ഹായ് കൂട്ടുകാരെ, ഇന്ന് നമ്മൾ ഗണിതശാസ്ത്രമേളയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് പഠിക്കുന്നത്. ഗണിതശാസ്ത്രമേളയിൽ LP വിഭാഗത്തിന് നമ്പർ ചാർട്ട്, ജിയോമെട്രിക്കൽ ചാർട്ട്, സ്റ്റിൽ മോഡൽ, പസിൽ, മാഗസിൻ എന്നിവയാണ് മത്സരങ്ങളുള്ളത്. ഇതിൽ മാഗസിൻ കുട്ടികൾ നേരത്തെ തയ്യാറാക്കി, കുട്ടികൾ പങ്കെടുക്കേണ്ടതില്ല, അത് നേരത്തെ തയ്യാറാക്കി രജിസ്ട്രേഷൻ്റെ സമയത്ത് ഏൽപ്പിക്കുകയാണ് വേണ്ടത്. UP വിഭാഗത്തിന് നമ്പർ ചാർട്ട്, ജിയോമെട്രിക്കൽ ചാർട്ട്, സ്റ്റിൽ മോഡൽ, പസിൽ, അതിൻ്റെ കൂടെ ഗെയിമും കൂടെ ഉണ്ട്. കൂടാതെ മാഗസിൻ ഉണ്ട്. മാഗസിന് നേരത്തെ പറഞ്ഞതുപോലെ നേരത്തെ തയ്യാറാക്കി രജിസ്ട്രേഷൻ സമയത്ത് ഏൽപ്പിക്കണം. ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിന് നമ്പർ ചാർട്ട്, ജിയോമെട്രിക്കൽ ചാർട്ട്, അതർ ചാർട്ട്, സ്റ്റിൽ മോഡൽ, വർക്കിംഗ് മോഡൽ, പ്യൂവർ കൺസ്ട്രക്ഷൻ, അപ്ലൈഡ് കൺസ്ട്രക്ഷൻ, പസിൽ, ഗെയിം, സിംഗിൾ പ്രോജക്റ്റ്, ഗ്രൂപ്പ് പ്രോജക്റ്റ്, മാഗസിൻ എന്നിവയാണ് ഉള്ളത്. മാഗസിന് നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ്. മാഗസിന് നേരത്തെ തയ്യാറാക്കി രജിസ്ട്രേഷൻ്റെ സമയത്ത് ഏൽപ്പിക്കണം. ഇതുകൂടാതെ അധ്യാപകരുടെ ടീച്ചിങ് എയ്ഡ് മത്സരമുണ്ട്. ടീച്ചിങ് എയ്ഡ് മത്സരം പ്രൈമറി, HSS, VHSS എന്നിവ ഒരുമിച്ച് എന്നിങ്ങനെ 3 വിഭാഗങ്ങളിലായിട്ടാണ് നടത്തുന്നത്. സ്കൂള്, ഉപജില്ല, റവന്യൂ ജില്ല, സംസ്ഥാനം ഇങ്ങനെ 4 തലങ്ങളിലായിട്ടാണ് ഈ മത്സരം നടത്തുന്നത്. ഗണിതശാസ്ത്ര വിഷയം കൈകാര്യം ചെയ്യുന്ന അധ്യാപകർ മാത്രമേ ഈ മത്സരത്തിൽ പങ്കെടുക്കാൻ പാടുള്ളൂ. പാഠഭാഗങ്ങളുമായി ബന്ധപ്പെട്ട ആശയങ്ങളെ ചാർട്ടുകൾ, മോഡലുകൾ തുടങ്ങിയ സങ്കേതങ്ങൾ ഉപയോഗിച്ച് അവതരിപ്പിക്കുകയാണ് വേണ്ടത്. ഉപജില്ല തല മത്സരത്തിൽ 1ഉം 2ഉം സ്ഥാനം നേടിയവർക്ക് റവന്യൂ ജില്ല തല മത്സരത്തിൽ പങ്കെടുക്കാവുന്നതാണ്. റവന്യൂ ജില്ല തല മത്സരത്തിൽ 1ഉം 2ഉം സ്ഥാനം ലഭിക്കുന്നവർക്ക് സംസ്ഥാനതല മത്സരത്തിൽ പങ്കെടുക്കാം. സംസ്ഥാന തലത്തിൽ 1ഉം 2ഉം 3ഉം സ്ഥാനങ്ങൾ കിട്ടുന്നവർക്ക് സർട്ടിഫിക്കറ്റും ക്യാഷ് അവാർഡും നൽകുന്നുണ്ട്. ഇനി പൊതുവായിട്ട് കുട്ടികളുടെ മത്സരങ്ങളെ പറ്റിയുള്ള പൊതുവായിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ട് ഈ ചാനൽ കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ കാണുന്ന ബെൽ ബട്ടണിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. ഇനി നമുക്ക് ഗണിതശാസ്ത്രമേളയുമായി ബന്ധപ്പെട്ട പൊതു നിബന്ധനകളാണ് പറയുന്നത്. ഗണിതശാസ്ത്രമേളയിൽ കുട്ടികളുടെ യഥാർത്ഥ കഴിവുകൾ കണ്ടെത്തുന്നതിനും പ്രോത്സാഹിപ്പിക്കുന്നതിനും വേണ്ടി തത്സമയ നിർമ്മാണ മത്സരങ്ങളാണ് നടത്തുന്നത്. ഗ്രൂപ്പ് പ്രോജക്റ്റ്, സിംഗിൾ പ്രോജക്റ്റ്, മാസിക എന്നിവ തത്സമയ നിർമ്മാണ മത്സരമല്ല. ഇനി തത്സമയ നിർമ്മാണ മത്സരത്തിന് ഓരോ ഇനത്തിനും 3 മണിക്കൂറാണ് അനുവദിക്കുന്നത്. പുറമേ നിന്നും തയ്യാറാക്കി കൊണ്ടുവരുന്ന യാതൊരുവിധ വസ്തുക്കളും തത്സമയ നിർമ്മാണ മത്സരത്തിനായി ഉപയോഗിക്കാൻ പാടില്ല. കാൽക്കുലേറ്റർ, ഡിജിറ്റൽ ഡയറി, പേഴ്സണൽ കമ്പ്യൂട്ടർ, ഫോട്ടോകൾ, മൊബൈൽ ഫോൺ, കുറിപ്പുകൾ, വെട്ടിയെടുത്തതോ അടയാളപ്പെടുത്തിയോ ആയ വസ്തുക്കൾ എന്നിവ മത്സര ഹാളിൽ കൊണ്ടുവരാൻ പാടില്ല. ഒരു വിദ്യാർത്ഥി ഏതെങ്കിലും ഒരു ഇനത്തിൽ മാത്രമേ പങ്കെടുക്കാൻ പാടുള്ളൂ. പങ്കെടുക്കുന്ന എല്ലാവരും മത്സരത്തിനാവശ്യമായ മുഴുവൻ സാമഗ്രികളും കൊണ്ടുവരേണ്ടതാണ്. നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന കടലാസുകൾ, ചാർട്ടുകൾ, കാർഡ്ബോർഡുകൾ, മരത്തടികൾ മുതലായവ മത്സരത്തിന് ഉപയോഗിക്കാവുന്ന പാകത്തിൽ വെട്ടിയെടുത്ത് കൊണ്ടുവരാൻ പാടില്ല. മത്സരങ്ങൾ ഹരിത പെരുമാറ്റച്ചട്ടം പാലിക്കേണ്ടതാണ്. മത്സരത്തിന് പ്ലാസ്റ്റിക് സാധനങ്ങളോ തെർമോക്കോളോ പോലുള്ള സാധനങ്ങളൊന്നും ഉപയോഗിക്കാൻ പാടുള്ളതല്ല. മാഗസിനുകൾ സ്കൂൾ അടിസ്ഥാനത്തിലുള്ള മത്സരമായതിനാൽ വിദ്യാർത്ഥികൾ പങ്കെടുക്കേണ്ടതില്ല. മാഗസിൻ രജിസ്ട്രേഷൻ സമയത്ത് തന്നെ കമ്മിറ്റിയെ ഏൽപ്പിക്കേണ്ടതുമാണ്. ഈ മത്സരത്തിൽ അവതരിപ്പിക്കുന്ന ആശയത്തെക്കുറിച്ച് ഒരു വിവരണക്കുറിപ്പ് റൈറ്റപ്പ് തയ്യാറാക്കി ഇൻവിജിലേറ്ററെ ഏൽപ്പിക്കേണ്ടതാണ്. ഇത് പരമാവധി ഒരു 3 പേജ് ആകാവുള്ളൂ എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഒരു കുട്ടി അവതരണത്തിന് 5 മുതൽ 8 മിനിറ്റ് വരെ സമയം നൽകുന്നതാണ്. എല്ലാ തലങ്ങളിലും എക്സിബിഷൻ സംഘടിപ്പിക്കേണ്ടതാണെന്നും പറഞ്ഞിട്ടുണ്ട്. ഇനി നോക്കൂ, ഇനി നമുക്ക് ഓരോ മത്സര ഇനങ്ങളെ പറ്റിയുള്ള നിർദ്ദേശങ്ങളാണ് നമ്മൾ പറയുന്നത്. ആദ്യം ചാർട്ട്, അതായത് തലത്തിലെയും, അതായത് LP, UP, HS തുടങ്ങിയ ഓരോ തലത്തിലെയും പാഠ്യപദ്ധതിയുമായി ബന്ധപ്പെട്ട ആശയത്തെ ഉൾക്കൊള്ളുന്ന ചാർട്ട് തയ്യാറാക്കേണ്ടത്. ഒരു ചാർട്ടിലെ ആശയങ്ങൾ പൂർണ്ണമായില്ലെങ്കിൽ രണ്ടാമതൊരു ചാർട്ടും, അതിലും പൂർണ്ണമായില്ലെങ്കിൽ മൂന്നാമതൊരു ചാർട്ടും കൂടി ഉപയോഗിക്കാം. ചാർട്ട് മത്സരങ്ങൾ നമ്പർ ചാർട്ട്, ജിയോമെട്രിക്കൽ ചാർട്ട്, അതർ ചാർട്ട് എന്നിങ്ങനെ 3 വിഭാഗങ്ങളിലായിട്ടാണ് ഉള്ളത്. ഇത്തരത്തിൽ ഒരാശയങ്ങൾ ഉൾക്കൊള്ളിച്ച് ഒരു പുറം മാത്രം എഴുതിയ പരമാവധി 3 ചാർട്ട് വരെയാണ് തയ്യാറാവുന്നത്. ഓരോ ചാർട്ടും 72 സെൻറ്റിമീറ്റർ × 56 സെൻറ്റിമീറ്റർ വലുപ്പത്തിലായിരിക്കണം. ഒന്നിൽ കൂടുതൽ ചാർട്ടുകൾ ചേർത്ത് ഒട്ടിച്ച് ഉപയോഗിക്കാൻ പാടില്ല. ഓരോ ചാർട്ടിലും അനുയോജ്യമായ വലുപ്പത്തിലും ഭംഗിയിലും വിവരങ്ങൾ എഴുതുകയും വരയ്ക്കുകയുമാണ് ചെയ്യേണ്ടത്. അതിൽ ഒന്നാമത്തെ ചാർട്ട് നമ്പർ ചാർട്ടാണ്. നമ്പർ ചാർട്ടിനകത്ത് സംഖ്യാ പാറ്റേണുകൾ,
സംഖ്യാശ്രേണികൾ, വിവിധതരം ന്യൂമറലുകൾ, സംഖ്യകളുടെ പ്രത്യേകതകൾ മുതലായവ വ്യക്തമാക്കുന്ന ചാർട്ട് നിർമ്മിക്കാവുന്നതാണ്. രണ്ടാമത്തേത് ജിയോമെട്രിക്കൽ ചാർട്ടാണ്. വിവിധ ജാമിതീയ രൂപങ്ങളെ കോർത്തിണക്കി ജാമിതിയുടെ സൗന്ദര്യം വെളിവാക്കുന്ന ചാർട്ടുകളാണ് ഈ വിഭാഗത്തിൽ ഉൾപ്പെടുന്നത്. ജിയോമെട്രിക് പാറ്റേണുകൾ, ലീനിയേഷൻ, ടെസലേഷൻ, സ്പൈറലിംഗ് മുതലായ സങ്കേതങ്ങൾ ഉപയോഗിച്ച് ഇവ തയ്യാറാക്കാവുന്നതാണ്. ചാർട്ടിൻ്റെ ഫലപ്രദമായ ഉപയോഗത്തിനും ഭംഗിക്കും പരിഗണന നൽകണം. അനുയോജ്യമായ രീതിയിൽ ചായം തേച്ച് മോടി പിടിപ്പിക്കാവുന്നതാണ്. ഇതിനകത്ത് നമ്മൾക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ലീനിയേഷൻ, ടെസലേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ലൈനുകൾ വരച്ച്, കൃത്യമായ അകലത്തിൽ ലൈനുകൾ വരച്ച് ഒരേ വലുപ്പമുള്ള ജാമിതീയ രൂപങ്ങൾ ഉപയോഗിക്കുന്നതിനാണ് ടെസലേഷൻ എന്ന് പറയുന്നത്. വിടവുകളില്ലാതെ ചേർത്ത് ഒരേ വലുപ്പത്തിലുള്ള ജാമിതീയ രൂപങ്ങൾ അടുക്കി ചെയ്യുന്നതിനാണ് ടെസലേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സ്പൈറൽ സർപ്പിള രീതി നമ്മൾക്കറിയാവുന്നതാണ്. 3D പ്രൊജക്ഷൻ രീതിയിലുള്ള വരകളൊക്കെ നമുക്ക് ഈ ജിയോമെട്രിക്കൽ ചാർട്ടിൽ ഉൾപ്പെടുത്താവുന്നതാണ്. ഇനി അതർ ചാർട്ട് എന്നുള്ളതിൽ നമ്മൾ കാണുന്നത് നമ്പർ ചാർട്ടിലോ ജിയോമെട്രിക്കൽ ചാർട്ടിലോ കൃത്യമായി ഉൾപ്പെടുത്താൻ കഴിയാത്തവയാണ് അതർ ചാർട്ടുകൾ എന്ന വിഭാഗത്തിൽപ്പെടുന്നത്. ഗണിതശാസ്ത്ര ചരിത്രം, ഏതെങ്കിലും ഗണിതശാസ്ത്ര ആശയം, ഗണിതശാസ്ത്രജ്ഞരുടെ ചരിത്രവും സംഭാവനകളും, ഗ്രാഫുകളും, ഗണിതശാസ്ത്ര സംബന്ധിയായ രചനകൾ തുടങ്ങിയവ ഇതിൽ ഉൾപ്പെടുത്താവുന്നതാണ്. ഒരു ചരിത്ര അന്വേഷണം എന്നതിലുപരിയായി ഗണിത ആശയങ്ങൾക്ക് മുൻതൂക്കം നൽകുന്ന തരത്തിലുള്ള വിവരങ്ങളാണ് ഇതിൽ ഉൾപ്പെടുത്തേണ്ടത്. ഗണിതശാസ്ത്രജ്ഞരുടെ ചിത്രം ഉൾപ്പെടുത്തേണ്ടത് ഇല്ല. ഇനി നമ്മൾ കാണുന്ന മോഡൽ വിഭാഗങ്ങളാണ്. അതിലൊന്നാമത് കാണുന്നത് സ്റ്റിൽ മോഡലാണ്. ഏതെങ്കിലും ഒരു ഗണിതശാസ്ത്ര ആശയത്തെ മുൻനിർത്തി വിവിധ ജാമിതീയ രൂപങ്ങൾ ഉപയോഗിച്ചുള്ള ഒരു ത്രിമാന മാതൃക നിർമ്മിച്ച മോഡൽ പരമാവധി 2 ചതുരശ്ര മീറ്റർ സ്ഥലത്ത് ഒതുങ്ങുന്നതാവണം. പ്രകൃതിക്ക് അനുയോജ്യമായ എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള പദാർത്ഥങ്ങളാണ് നിർമ്മാണത്തിന് ഉപയോഗിക്കേണ്ടത്. പരമാവധി ഉയരം 2 മീറ്ററേ ആകാൻ പാടുള്ളൂ. ഇനി നോക്കൂ, അടുത്തത് വർക്കിംഗ് മോഡലാണ്. ഗണിതശാസ്ത്ര ആശയങ്ങൾ പ്രവർത്തനത്തിലൂടെ അവതരിപ്പിക്കുവാനോ വിശദീകരിക്കുവാനോ തെളിയിക്കാനോ സാധിക്കുന്ന തരത്തിലുള്ള ഒരു മാതൃക ഈ ഇനത്തിൽ നിർമ്മിക്കാം. മോഡൽ പരമാവധി 2 ചതുരശ്ര മീറ്റർ സ്ഥലത്ത് ഒതുങ്ങുന്നതാവണം. ഗ്രീൻ പ്രോട്ടോക്കോൾ കർശനമായി പാലിക്കേണ്ടതാണ്. പരിസ്ഥിതിക്ക് അനുയോജ്യമായ പദാർത്ഥങ്ങളാണ് ഉപയോഗിക്കേണ്ടത്. പരമാവധി ഉയരം 2 മീറ്ററാണ്. പ്ലാസ്റ്റിക് സാധനങ്ങളോ തെർമോക്കോൾ പോലുള്ള സാധനങ്ങളോ ഒന്നും ഉപയോഗിക്കാൻ പാടുള്ളതല്ല. അടുത്തത് പ്യുവർ കൺസ്ട്രക്ഷനാണ്. റൂളർ, അതായത് അങ്കനം ചെയ്യാത്ത സ്കെയില്, കോമ്പസ് എന്നിവ മാത്രം ഉപയോഗിച്ചുള്ള നിർമ്മിതി. നിർമ്മാണ പ്രക്രിയയിൽ നിർമ്മിതിയുടെ അടിസ്ഥാന ഘടകങ്ങളായ സൂക്ഷ്മത, കൃത്യത ഇവയ്ക്ക് പരിഗണന നൽകണം. ചാർട്ടിൻ്റെ വലുപ്പത്തിലായിരിക്കണം നിർമ്മിതികൾ. പെൻസിൽ ഉപയോഗിച്ചാണ് വരയ്ക്കേണ്ടത്. നിറം നൽകാൻ പാടില്ല. 3 ചാർട്ടുകൾ വരെ ഉപയോഗിക്കാവുന്നതാണ്. അടുത്തത് അപ്ലൈഡ് കൺസ്ട്രക്ഷനാണ്. എഞ്ചിനീയറിംഗ് ഡ്രോയിങ്ങിന് ഉപയോഗിക്കുന്ന എല്ലാ ഉപകരണങ്ങളും ഇതിനായി ഉപയോഗിക്കാവുന്നതാണ്. 3 ചാർട്ടുകൾ വരെ ഉപയോഗിക്കാവുന്നതാണ്. മോഡലുകൾ പരിഗണിക്കേണ്ടതില്ല. നിറം നൽകാൻ പാടുള്ളതല്ല. ഗണിതാശയങ്ങളുടെ പ്രായോഗികതയിലൂന്നി ചാർട്ടിൻ്റെ വലുപ്പത്തിലായിരിക്കണം നിർമ്മിതി. ഇനി നമ്മൾ കാണുന്നത് പ്രോജക്റ്റ് വിഭാഗമാണ്. ഗവേഷണാത്മക പഠനമാണ് പ്രോജക്റ്റിന് റിപ്പോർട്ട് അനിവാര്യമാണ്. പരമാവധി 50 പേജാണ്. അതുപ്രകാരം പ്രോജക്റ്റ് തയ്യാറാക്കി അവതരിപ്പിക്കേണ്ടത്. ഇനി സിംഗിൾ പ്രോജക്റ്റാണ്. വിഷയം ഗണിതശാസ്ത്രപരമായിരിക്കണം. സാമൂഹ്യ വിഷയങ്ങളിൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഉപയോഗിച്ച് നടത്തുന്ന പഠനം ഗണിത പ്രോജക്റ്റ് അല്ല. പ്രോജക്റ്റ് റിപ്പോർട്ട് കൈയെഴുത്ത് പ്രതിയായിരിക്കണം. റിപ്പോർട്ട് A4 പേപ്പറിൽ ഒരു പുറം മാത്രം എഴുതി ബൈൻഡ് ചെയ്യണം. കവറിന് പുറത്തും 1-ാം പേജിലും വിഷയം എഴുതുക. പേജ് 2-ൽ സംഗ്രഹം, അവസാനം റെഫറൻസും കാണിക്കണം. പ്രോജക്റ്റ് അവതരിപ്പിക്കണം. അവതരണത്തിന് പരമാവധി 10 മിനിറ്റാണ് സമയം. അവതരണത്തിന് സഹായിക്കാൻ പരമാവധി 5 ചാർട്ടുകളും 5 മോഡലുകളും ഉപയോഗിക്കാം. പ്രോജക്റ്റ് റിപ്പോർട്ടിൻ്റെ 3 ഫോട്ടോസ്റ്റാറ്റ് കോപ്പി നൽകേണ്ടതാണ്. ബൈൻഡ് ചെയ്യണമെന്നില്ല. ഇതിനു പുറമെ ICT സങ്കേതങ്ങളും ഉപയോഗിക്കാവുന്നതാണ്. അടുത്തത് ഗ്രൂപ്പ് പ്രോജക്റ്റാണ്. സിംഗിൾ പ്രോജക്റ്റിൻ്റെ എല്ലാ നിയമാവലികളും ഇതിനും ബാധകമാണ്. ഈ ഇനത്തിൽ 2 പേർ പങ്കെടുക്കണം. ഓരോരുത്തരുടെയും പങ്കാളിത്തം വ്യക്തമായിരിക്കണം.
ഇനി നമ്മൾ കാണുന്നത് ഗെയിമാണ്. 2 അതിലധികമോ പേർക്ക് ഒരേ സമയം കളിക്കാവുന്നതും ഗണിതശാസ്ത്ര മൂല്യങ്ങൾ ഉൾക്കൊള്ളുന്നതുമായിരിക്കണം. കളിക്കളവും കരുക്കളും അനിവാര്യമാണ്. കളിക്ക് ഒരു നിയമം ഉണ്ടായിരിക്കണം. കളിയുടെ അവസാനം ഫലത്തെ സംബന്ധിച്ച് തീരുമാനം ഉണ്ടാകുന്ന രീതിയിലുള്ള ഗെയിം ആയിരിക്കണം. ഈ ഇനത്തിൽ ഒരു ഗെയിം മാത്രമേ അവതരിപ്പിക്കാൻ പാടുള്ളൂ. ഇനി നമ്മൾ കാണുന്നത് പസിലാണ്. കൗതുകമുണർത്തുന്നതും ഗണിതശാസ്ത്ര ആശയങ്ങൾ ഉൾപ്പെട്ടിട്ടുള്ളതുമായ ചോദ്യങ്ങൾ ഈ ഇനത്തിൽ ഉൾപ്പെടും. ഒരെണ്ണം മാത്രമേ അവതരിപ്പിക്കാൻ പാടുള്ളൂ. ഇനി പറയുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്പർ ചാർട്ടിന് നോളജ് ഓഫ് കണ്ടൻറ്റ് മാത്തമാറ്റിക്കൽ വാല്യൂവിന് 30% മാർക്ക് ലഭിക്കും. റിലേഷൻഷിപ്പ് വിത്ത് കരിക്കുലത്തിന് 20% മാർക്കാണ് ലഭിക്കുക. മോഡ് ഓഫ് പ്രസൻറ്റേഷനും റൈറ്റപ്പിനും 25% മാർക്കുണ്ട്. അതുകൊണ്ട് റൈറ്റപ്പൊക്കെ നന്നായി ചെയ്തിട്ട് പോകണം. ബ്യൂട്ടിക്കും പെർഫെക്ഷനും 15% മാർക്കാണ്. എക്സിബിഷന് 10% മാർക്കാണ്. ഇനി ജോമെട്രിക്കൽ ചാർട്ടിനാണെങ്കിൽ നോളജ് ഓഫ് കണ്ടൻറ്റിനും മാത്തമാറ്റിക്കൽ വാല്യൂവിനും 30% മാർക്കുണ്ട്. റിലേഷൻഷിപ്പ് വിത്ത് കരിക്കുലത്തിന് 20% മാർക്കുണ്ട്. മോഡ് ഓഫ് പ്രസൻറ്റേഷനും റൈറ്റപ്പിനും 25% മാർക്കുണ്ട്. ബ്യൂട്ടിക്കും പെർഫെക്ഷനും 15% മാർക്കുണ്ട്. എക്സിബിഷന് 10% മാർക്കുണ്ട്. അതർ ചാർട്ട് വിഭാഗത്തിൽ നോളജ് ഓഫ് കണ്ടൻറ്റ് മാത്തമാറ്റിക്കൽ വാല്യൂവിന് 30% മാർക്കുണ്ട്. റിലേഷൻഷിപ്പ് വിത്ത് കരിക്കുലത്തിന് 20% മോഡ് ഓഫ് പ്രസൻറ്റേഷനും റൈറ്റപ്പിനും 25% ബ്യൂട്ടിക്കും പെർഫെക്ഷനും 15% എക്സിബിഷന് 10% സ്റ്റിൽ മോഡലിൻ്റെ മാർക്ക് എങ്ങനെയാണെന്ന് നോക്കാം. നോളജ് ഓഫ് ദി കണ്ടൻറ്റ് ആൻഡ് മാത്തമാറ്റിക്കൽ വാല്യൂവിന് 30% മാർക്കുണ്ട്. റിലേഷൻഷിപ്പ് വിത്ത് കരിക്കുലത്തിന് 20% മാർക്കുണ്ട്. മോഡ് ഓഫ് പ്രസൻറ്റേഷനും റൈറ്റപ്പിനും 25% മാർക്കുണ്ട്. യൂട്ടിലിറ്റിക്കും ക്രാഫ്റ്റ്മാൻഷിപ്പിനും 15% എക്സിബിഷന് 10% മാർക്കും ഉണ്ട്. ഇനി വർക്കിംഗ് മോഡലാണെങ്കിൽ നോളജ് ഓഫ് കണ്ടൻറ്റിനും മാത്തമാറ്റിക്കൽ വാല്യൂവിനും 30% മാർക്കുണ്ട്. റിലേഷൻഷിപ്പ് വിത്ത് കരിക്കുലത്തിന് 20% മാർക്കുണ്ട്. മോഡ് ഓഫ് പ്രസൻറ്റേഷനും റൈറ്റപ്പിനും 25% മാർക്കുണ്ട്. യൂട്ടിലിറ്റി ആൻഡ് ക്രാഫ്റ്റ്മാൻഷിപ്പിന് 15% മാർക്കുണ്ട്. എക്സിബിഷന് 10% മാർക്കുണ്ട്. പ്യുവർ കൺസ്ട്രക്ഷന് നോളജ് ഓഫ് കണ്ടൻറ്റിനും മാത്തമാറ്റിക്കൽ വാല്യൂവിനും 30% മാർക്കുണ്ട്. റിലേഷൻഷിപ്പ് വിത്ത് കരിക്കുലത്തിന് 20% മാർക്കുണ്ട്. മോഡ് ഓഫ് പ്രസൻറ്റേഷനും റൈറ്റപ്പിനും 25% മാർക്ക്. ആക്യുറസിക്കും ബ്യൂട്ടിക്കും ഒക്കെ 15% മാർക്കുണ്ട്. എക്സിബിഷന് 10% മാർക്കുണ്ട്. അപ്ലൈഡ് കൺസ്ട്രക്ഷന് നോളജ് ഓഫ് കണ്ടൻറ്റിനും മാത്തമാറ്റിക്കൽ വാല്യൂവിനും 30%. റിലേഷൻഷിപ്പ് വിത്ത് കരിക്കുലത്തിന് 20%. മോഡ് ഓഫ് പ്രസൻറ്റേഷനും റൈറ്റപ്പിനും 25%. ആക്യുറസിക്ക് 15, എക്സിബിഷന് 10 എന്നിങ്ങനെ പോകുന്നു. ഗെയിമിനും ഇതുപോലൊക്കെ തന്നെയാണ്. ഗെയിമിന് എൻജോയ്മെൻറ്റ് വാല്യൂവിനും ക്രിയേറ്റിവിറ്റി ഓഫ് ദ ഗെയിമിനും 15% എക്സിബിഷന് 10% പസിലിന് ലോജിക്കൽ തിങ്കിങ്ങിനും റീസണിങ്ങിനും 15%. അതുപോലെ പ്രോജക്റ്റ് റിപ്പോർട്ടിനും സപ്പോർട്ടിംഗ് മെറ്റീരിയൽസിനും 15% മാർക്കുണ്ട്. ടീച്ചിങ് എയ്ഡിന് നോളജ് ഓഫ് കണ്ടൻറ്റ് മാത്തമാറ്റിക്കൽ വാല്യൂവിന് 30% മാർക്കുണ്ട്. റിലേഷൻഷിപ്പ് വിത്ത് കരിക്കുലത്തിന് 20% മോഡ് ഓഫ് പ്രസൻറ്റേഷനും റൈറ്റപ്പിനും 25% യൂട്ടിലിറ്റി ആൻഡ് ക്ലാസ് റൂം ഇമ്പാക്റ്റിന് 15% എക്സിബിഷന് 10%. ഇനി മാഗസിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ മാത്തമാറ്റിക്കൽ വാല്യൂവിന് 40% മാർക്കുണ്ടാവും. വെറൈറ്റിക്ക് 30% ലേഔട്ടിന് 20% ആക്യുറസി ബ്യൂട്ടിക്ക് 10% മാർക്കുണ്ട്. അപ്പോൾ ഈ പറഞ്ഞതിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് നോളജ് ഓഫ് ദി കണ്ടൻറ്റിനും മാത്തമാറ്റിക്കൽ വാല്യൂവിനും 30% എല്ലാ മത്സരങ്ങൾക്കും മാർക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കിയിട്ട് കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കിയിട്ട് ഓരോ മത്സരത്തിന് പോകുക. അത് സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങൾ കൃത്യമായി പഠിക്കണം. ജഡ്ജസ് ചോദിക്കുമ്പോൾ കൃത്യമായി പറയണം. രണ്ടാമത്തെ കാര്യം, നിങ്ങളുടെ കരിക്കുലവുമായി ബന്ധപ്പെട്ട നിങ്ങൾ പഠിക്കുന്ന ഭാഗവുമായി ബന്ധപ്പെട്ടതാണ് ഇവയെല്ലാം നിർമ്മിക്കേണ്ടത്. അതുകൊണ്ട് അവയ്ക്ക് 20% മാർക്കുണ്ട്. അതുപോലെ പ്രസൻറ്റേഷന് 25% മാർക്കുണ്ട്. അത് റൈറ്റപ്പിനും പ്രസൻറ്റേഷനും കൂടെയാണ്. റൈറ്റപ്പ് നന്നായിട്ട് തയ്യാറാക്കി കൊണ്ടുപോവുക. നല്ല ഭംഗിയായിട്ട് കൃത്യമായ കാര്യങ്ങൾ ഉൾപ്പെടുത്തി എഴുതി കൊണ്ടുപോകുക. അപ്പോൾ എല്ലാവരും നന്നായിട്ട് മത്സരങ്ങളിൽ പങ്കെടുക്കുക. നന്നായി എല്ലാവരും വിജയിച്ച് വരൂ. ഓക്കേ.